ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുകയല്ലേ, അപ്പോൾ പുതിയ ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പം ചെറിയ വീഡിയോ എടുത്തു. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നാണ് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയത്. നല്ല തിരക്കായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കാലെടുത്ത് വെക്കാൻ തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ തിരക്ക്. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിലൂടെ സാധനങ്ങൾ മേടിക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ചെയ്തു. കാര്യമായിട്ട് നോട്ട് ബുക്ക്, പെൻസില്, പെന്ന്, ബോക്സ് അങ്ങനെയുള്ള സാധനമൊക്കെ എടുക്കുക, അതായിരുന്നു നമ്മുടെ ആവശ്യം. ബാഗൊക്കെ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളത് കിട്ടി, ഒരാളത് വരാനിരിക്കുന്നുണ്ട്. ചെറിയ മോളെയും കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ അവൾ അപ്പം തുടങ്ങും തിരച്ചിൽ. അവൾക്ക് വേണ്ടാത്തൊരു സാധനമില്ല. റബ്ബറായിട്ടും കട്ടറായിട്ടും നമ്മൾ ആവശ്യത്തിനുള്ളത് വാങ്ങിയാലും അവൾക്ക് ഇഷ്ടപ്പെടുന്നത് ഓടി ഓടി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാസ്ക്കറ്റ് നിറയ്ക്കുന്നുണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽ ഓൺലൈനായിട്ട് ഒരാൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മേലെ പോയി നോക്കി. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ കടയിൽ. എല്ലാ വർഷവും ഇവിടെ വന്നിട്ടാണ് സാധനം വാങ്ങാറ്. അപ്പോൾ ബാഗായിട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ബാഗ് നമുക്ക് ആവശ്യമില്ല. ബോട്ടിലിനൊക്കെ നല്ല വില കേട്ടോ. സാധനം നല്ലതാണ്. 200-300 രൂപയൊക്കെയാണ് ഓരോരോ ബോട്ടിലിന്. പിന്നെ നമ്മൾ ബോട്ടിൽ വാങ്ങാതെ പോന്നു. ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുട അവർക്കുണ്ട്. കുട ഒന്നും വാങ്ങിയിട്ടില്ല. അത്യാവശ്യം ബുക്സ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. 45 ബുക്ക് തന്നെ 3 പേർക്കും കൂടെ വാങ്ങാനുണ്ട്. പിന്നെ പൊതിയുന്ന സാധനങ്ങൾ, റബ്ബർ, കട്ടർ, പെൻസിൽ ഇതൊക്കെ വാങ്ങി. പിന്നെ ടിഫിൻ ബോക്സ് വാങ്ങി. മക്കൾക്കൊക്കെ ഓൾറെഡി ടിഫിൻ ബോക്സ് ഉണ്ട്. മോന് പുതിയത് വേണമെന്ന് പറഞ്ഞിട്ട് അവന് പുതിയത് വാങ്ങി. ബില്ലടയ്ക്കുന്നിടത്തൊക്കെ നല്ല തിരക്കായിരുന്നു. ഒരു രക്ഷയില്ല. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ ഒരു 5 മണിക്കൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുന്ന സമയമായപ്പോഴത്തേന് 8 മണിയായിട്ടുണ്ട്. അത്രയും തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഇവർക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. 2 കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരാൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. എന്തായാലും പെരുന്നാൾ വരികയാണ്, അപ്പം അതിലേക്കും കൂടെ ആയിട്ടൊരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ തന്നെ ഇത് സ്കൂൾ മാർട്ടിലാണ് കയറിയത്. പിന്നെ ഷൂ മാർട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് മോന് ചെരുപ്പ് എടുത്തു. വലിയ മോള് വരാത്ത കാരണം അവൾക്ക് ചെരുപ്പ് അളവ് കറക്റ്റ് നമ്മൾ ആൾ വന്നെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവൾക്ക് ചെരുപ്പ് എടുത്തില്ല, മോന് എടുത്തു. ചെറിയ മോൾക്ക് ഷൂ മതി എന്ന് പറഞ്ഞു. സ്കൂൾ ഷൂ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. മഴയായ കാരണം കുട്ടികൾ ഷൂ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ അകത്തൊക്കെ വെള്ളമാവും. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അവൾക്കത് വാങ്ങണം എന്ന് ഒരേ നിർബന്ധം. അങ്ങനെ നമ്മൾ അവൾക്ക് ഷൂ വാങ്ങി കൊടുത്തു. എനിക്കൊരു ചെരുപ്പ് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ തിരഞ്ഞു നോക്കി. എനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ഒരുപാട് സമയമെടുത്ത് തിരഞ്ഞു നോക്കാനുള്ള ടൈമില്ല. രാത്രി ലേറ്റായിട്ടുണ്ട്. വീട്ടിൽ പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചതില്ലായിരുന്നു. ഇനി പിന്നെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങാമെന്ന് തീരുമാനിച്ച്. എനിക്ക് ചെരുപ്പ് വാങ്ങിയില്ല. ഇനി എനിക്കും മോൾക്കും പിന്നെ ഒരു ദിവസം പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. പെരുന്നാൾ ഇവിടെ അടുത്തു. മന്തി വാങ്ങിയിട്ട് ഞങ്ങൾ പോയി.